പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടി, നിങ്ങളുടെ ബന്ധനങ്ങൾ നിർവീര്യമാകാൻ വേണ്ടി, നിങ്ങളുടെ മേലുള്ള ചങ്ങലകൾ പൊട്ടിച്ചിതറാൻ വേണ്ടി. അത് ഏത് തരത്തിലുള്ള ബന്ധനമാണെങ്കിലും, നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യമായതും ആത്മീയമായതും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിധത്തിലുള്ള ദുഷ്ടാരൂപികളെയും തിന്മയുടെ അരൂപികളെയും പാപബന്ധനങ്ങളെയും ശാപബന്ധനങ്ങളെയും രോഗബന്ധനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ എഴുതിയിടുന്ന കമന്റ് ബോക്സുകൾ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ഓരോ നിയോഗങ്ങൾ എടുത്ത് വായിക്കുന്നുണ്ട്. അത് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് വായിക്കും. നിങ്ങളെ ഓരോരുത്തരെയും അതിനായിട്ട് സമർപ്പിക്കും. ജപമാല ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓരോ വചന വായനയിലും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, യുവജനങ്ങളുടെ മേൽ ഈ കാലഘട്ടത്തിൽ ആവസിക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും, കൊലപാതകത്തിന്റെ, ആത്മഹത്യയുടെ, ലഹരിയുടെ ദുരാത്മാക്കളെയും യേശുനാമത്തിൽ ബന്ധിക്കുക. നമ്മുടെ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുനാമത്തിൽ ഓടിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാൽ നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടുക. അവരുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുക. അവരുടെ മുത്തച്ഛനും മുത്തശ്ശി എല്ലാം അനുഗ്രഹിക്കപ്പെടുക. സഹോദരങ്ങൾ, ചേട്ടനും ചേച്ചിമാരെല്ലാം അനുഗ്രഹിക്കപ്പെടുക. അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ വീട്ടിലെ കുടുംബത്തിന് സമാധാനക്കേടുണ്ടാക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഇന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് അച്ഛന്റെ പൗരോഹിത്യത്തെ സമർപ്പിച്ച്, വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച്, ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഓരോ പ്രാർത്ഥനകളെ സമർപ്പിച്ച്, പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ശക്തമായ അഭിഷേകത്തെ ഓർത്ത് ഇന്നിവിടെ നടക്കുന്ന ഓരോ സ്തുതി ആരാധനകളെ സമർപ്പിച്ച് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനം: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. ദൈവത്തിന്റെ വചനം, സ്വർഗീയ ഇടപാടുകള്, സ്വർഗീയ വെളിപ്പാടുകള് അവർക്ക് ഭോഷത്തരമാണ്. കാരണം അവർ ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ് അവരുടെ ജീവിതത്തെ അളക്കുന്നത്. അവരെ അളക്കുന്ന അളവുകോല് ഈ ലോകത്തിന്റെ അളവുകോലാണ്. അത് ദൈവത്തിന്റെ അളവുകോലല്ല, സ്വർഗത്തിന്റെ അളവുകോലല്ല, വെളിപാടുകളുടെ അളവുകോലല്ല. വീണ്ടും വചനം പറയണത് കേട്ടോ: രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ കുരിശിന്റെ വചനം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. ആ ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് വിമോചനം നൽകുന്നത്. ഏത് നാരകീയ ശക്തിയാണെങ്കിലും, ഏത് അന്ധകാര ശക്തിയാണെങ്കിലും, ഏത് പ്രകൃതി വിരുദ്ധ ശക്തിയാണെങ്കിലും, ഏത് അസൂയയുടെ ശക്തിയാണെങ്കിലും, ഏത് തിന്മയുടെ ബന്ധനമാണെങ്കിലും, പ്രിയപ്പെട്ട മക്കളെ, കുരിശിന്റെ വചനം നമുക്ക് വിമോചനം നൽകുമെന്ന് വിശുദ്ധ പൗലോസ് ഇന്ന് നമ്മെ പഠിപ്പിക്കുക. ആ വചനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ പൈശാചിക പീഡകളെയും ബഹിഷ്കരിക്കുന്ന വിമോചന പ്രാർത്ഥനയിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാം. സാധിക്കുന്നവരെല്ലാം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിക്കുക. മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടാൻ വേണ്ടി, ആത്മാവിന്റെ ശക്തി സ്വർഗത്തിൽ നമ്മുടെ മേൽ പെന്തക്കോസ്തൽ എന്ന പോലെ ഇറങ്ങി വരാൻ വേണ്ടി അല്പനേരം പരിശുദ്ധാത്മാവിനെ കണ്ടെന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വരണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക് ഇറങ്ങി വരണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണം. അവരുടെ എല്ലാ ഇരുട്ട് മാറ്റാൻ വേണ്ടി പ്രകാശമായി, ശക്തിയായി, വചനമായി, യേശുവിന്റെ സാന്നിധ്യമായി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട്
വിശുദ്ധ മാമോദീസയിലൂടെയും എന്റെ പൗരോഹിത്യത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവമക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ഇവരുടെ ശുശ്രൂഷകളെയോ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും കൂടോത്രങ്ങളോടും മന്ത്രവാദങ്ങളോടും ആഭിചാരങ്ങളോടും ക്ഷുദ്രക്രിയകളോടും ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുദോഷങ്ങളോടും ശത്രുക്കളോടും അസ്യാലുക്കളോടും കൽപ്പിക്കുകയാണ്. ഇവരുടെ ജീവിതത്തെ വഞ്ചിക്കാതെയും അനാവശ്യമായ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഇവരെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും എല്ലാ ദുഷ്ടശക്തികളോടും കർത്താവായ യേശുവിന്റെ ശക്തിയിലും നാമത്തിലും അധികാരത്തിലും ദൈവവചനത്തിന്റെ ശക്തിയിലും ഞാൻ കൽപ്പിക്കുന്നു. ഈ മക്കളിൽ നിന്ന് ഇവരുടെ ജീവിത വഴികളിൽ നിന്ന് അകന്നു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ അന്ധത നിറച്ച് പാപബോധം നഷ്ടപ്പെടുത്തുന്ന സാത്താന്റെ വഞ്ചന ഇന്ന് അവസാനിക്കട്ടെ. ഈ മക്കളുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരങ്ങളും അസൂയകളും അത്യാഗ്രഹങ്ങളും ആസക്തികളും അഡിക്ഷനുകളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ഇവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളും ഇന്ന് അവസാനിക്കട്ടെ. ഈ മക്കളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരാവ്യാധികളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ ഇവരുടെ ശുശ്രൂഷകളെ തളർത്തുന്ന എല്ലാ പീഡകൾ ഇന്ന് അവസാനിക്കട്ടെ. ഈ മക്കളുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഭിന്നതകളും കലഹങ്ങളും സംശയങ്ങളും ആത്മഹത്യകളും പെടുമരണങ്ങളും ദുർമരണങ്ങളും അസ്വസ്ഥതകളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ പദ്ധതികൾ ഇന്ന് അവസാനിക്കട്ടെ. പിശാചുക്കളെ ബഹിഷ്കരിക്കണമെന്ന് കൽപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പൈശാചിക രൂപികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും ഇരുളിനെയും ഇരുട്ടിനെയും അകാരണ ഭയത്തെയും അകാരണ ദുഃഖത്തെയും സംശയ രോഗങ്ങളെയും ഭിന്നതകളെയും തെറ്റായ ബന്ധങ്ങളെയും വ്യഭിചാര ദുർബുദ്ധങ്ങളെയും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. കർത്താവിന്റെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ. കർത്താവിന്റെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ വിമോചനം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നാം ഏറ്റെടുക്കേണ്ട ഓരോ ദൗത്യങ്ങളുണ്ട്. അതിലൊരു ദൗത്യമായി നിങ്ങൾ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാ മക്കൾക്കും കഴിയുന്ന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. പരിചയമുള്ള എല്ലാ മക്കളിലേക്കും ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ഈ വിമോചന പ്രാർത്ഥനയുടെ പ്രാധാന്യം നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരോടെല്ലാം രാവിലെ നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കാനും അങ്ങനെ കർത്താവിൽ ശക്തി പ്രാപിക്കാനും എല്ലാവരോട് പറയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.